വളരെ മനോഹരമായ പക്ഷികളാണ് ഫ്ലെമിംഗോകൾ. വലിയ തടാകങ്ങൾ, കണ്ടൽ ചതുപ്പുകൾ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ചുറ്റുമായി ആയിരക്കണക്കിന് പക്ഷികളുള്ള വലിയ കോളനികളായി ഫ്ലെമിംഗോകൾ ജീവിക്കുന്നു. പൊതുവെ പിങ്ക് നിറത്തിലാണ് നമ്മൾ ഈ പക്ഷികളെ കാണുന്നത്. ഇനം, ഭക്ഷണക്രമം എന്നിവയനുസരിച്ച് ഇളം പിങ്ക് മുതൽ കടും ചുവപ്പ് നിറത്തിൽ വരെ ഈ പക്ഷികളെ കാണാൻ സാധിക്കും. കടുത്ത തിളക്കമുള്ള നിറം പക്ഷിയുടെ മികച്ച ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിലെ ബീറ്റ കരോട്ടിനാണ് ഇവരുടെ തൂവലുകൾക്ക് ഈ നിറം നൽകുന്നത്. ആൽഗകൾ, മത്സ്യങ്ങൾ, കക്കയിറച്ചി എന്നിവയാണ് പ്രധാന ഭക്ഷണം. കൊക്കിൻ്റെ മുകൾ ഭാഗം താഴെ വരും വിധം തല വെള്ളത്തിൽ താഴ്ത്തി ഫിൽറ്റർ ചെയ്താണ് ഫ്ലെമിംഗോയുടെ ഇരപിടുത്തം. കരോട്ടിനോയിഡ് പിഗ്മെൻറ്റുകളാണ് ശരിക്കും പിങ്ക് നിറത്തിന് കാരണം. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ച് ചേർന്ന് മുട്ടകളെ സംരക്ഷിച്ച് മാറി മാറി അടയിരിക്കും. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ഫ്ലെമിംഗോ കുഞ്ഞുങ്ങളുടെ തൂവലുകൾക്ക് ചാരകലർന്ന വെളുത്ത നിറമായിരിക്കും. 2 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അവയ്ക്ക് പിങ്ക് നിറം ലഭിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഫ്ലെമിംഗോകൾ അവയുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു എന്നതാണ്. ക്രോപ്പ് മിൽക്ക് എന്നാണ് ഇതറിയപ്പെടുക. ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പോഷകസമൃദ്ധമായ ഒരു ദ്രാവകമാണിത്. ഉയർന്ന അളവിൽ പ്രോട്ടീനും കൊഴുപ്പും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഫ്ലെമിംഗോകളുടെ തൊണ്ടയിൽ കാണപ്പെടുന്ന അറ പോലുള്ള ഒരവയവമാണ് ക്രോപ്പ്. ശരിക്കും ഇത് ദഹനനാളത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ വച്ചാണ് ക്രോപ്പ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആൺ ഫ്ലെമിംഗോയും പെൺ ഫ്ലെമിംഗോയും ക്രോപ്പ് മിൽക്ക് ഉൽപ്പാദിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകും. വായ്ക്കുള്ളിലേക്ക് തികട്ടി വരുന്ന ക്രോപ്പ് മിൽക്ക് കൊക്കിലൂടെ ചെറിയ തുള്ളികളായി ഇറ്റിച്ച് കുഞ്ഞിന് നൽകും. കുഞ്ഞിന് ക്രോപ്പ് മിൽക്ക് നൽകുന്നതോടെ കരോട്ടിനോയിഡ് പിഗ്മെൻറ്റുകൾ നഷ്ടപ്പെടുന്ന ഫ്ലെമിംഗോയുടെ തൂവലുകൾക്ക് താൽക്കാലികമായി പിങ്ക് നിറം നഷ്ടപ്പെടും. 30 മുതൽ 40 വർഷം വരെയാണ് ഫ്ലെമിംഗോകളുടെ ആയുസ്. സംരക്ഷിത കേന്ദ്രങ്ങളിലാണെങ്കിൽ 60 വർഷം വരെയൊക്കെ ജീവിക്കാറുണ്ട്.